എല്ലാവർക്കും നമസ്കാരം. EC എഡ്യൂമെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ എല്ലാവരും ബിസിനസ് സ്റ്റഡീസിന്റെ പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ക്യൂ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നമുക്ക് പൊതുവെ നോക്കിയപ്പോഴേക്കും ഈസി ആയിരുന്നു. നമുക്ക് 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ 120, 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അതിന്റെ ആൻസേഴ്സിലോട്ട് പോവാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 1 to 9 വരെ 1 മാർക്കിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അത് കാണുമ്പോഴേ നമുക്കറിയാം സോഷ്യൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരുന്നതെല്ലാം എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടെന്നെല്ലാം. ആ നെറ്റ്വർക്കിനെ പറയുന്നതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ് ഡിനോട്ട്. ആൻസർ എന്തായിരിക്കും? ഫോർമൽ ഓർഗനൈസേഷൻ ആണോ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണോ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, അതോ ഇതൊന്നുമല്ലേ ആൻസർ ചോദിക്കുന്നത്? കറക്റ്റ് ആൻസർ നമുക്കറിയാം. സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആൻസർ വന്നോളും. ആൻസർ എന്തായിരുന്നു? നമ്മുടെ ആൻസർ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് നമുക്ക് ആദ്യത്തിന്റെ ആൻസർ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ സൂപ്പർവൈസേഴ്സ് ഡയറക്റ്റ് കൺട്രോൾ. ഒരു സൂപ്പർവൈസറിന് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, നിയന്ത്രിക്കാൻ സാധിക്കുന്ന എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന്റെ എണ്ണം എത്രയാണ്? അപ്പൊ എഫക്റ്റീവ് ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയും. ഇവിടെ ഇപ്പൊ നമുക്ക് ആൻസർ തന്നിരിക്കുന്നത് സ്പാൻ ഓഫ് മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? സ്പാൻ ഓഫ് മാനേജ്മെന്റ്. ഇതിന്റെ വേറൊരു വാക്ക് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്തുമാത്രം എംപ്ലോയീസിനെ ഒരു സൂപ്പർവൈസർക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും, നിയന്ത്രിക്കാൻ സാധിക്കും, ആ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ പറഞ്ഞ പേര് സ്പാൻ ഓഫ് മാനേജ്മെന്റ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആണ്, നമുക്ക് കണ്ണടച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ് ആണ്, പെർവേഴ്സീവ് ആണ്, മൾട്ടി ഡയമെൻഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഇതിൽ എന്താണ് ഓഡ് വൺ ഔട്ട്? നമുക്ക് തന്നിരിക്കുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് പ്രകാരം FW ടൈലറിന്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന്റെ ഐറ്റംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, മാനേജർ, ഇൻസ്പെക്ടർ. ഇതിൽ ഏതാണ് ഒറ്റയാൻ അല്ലെങ്കിൽ ഇതിൽ പെടാത്ത ഏതാണ്? സ്പീഡ് ബോസ് അതിലുണ്ട്, ഗ്യാങ് ബോസ് അതിലുണ്ട്, ഇൻസ്പെക്ടർ കാർഡ് ക്ലർക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻസ്പെക്ടർ അതിൻ്റെ അകത്തുണ്ട്. ദെൻ ഇല്ലാത്തത് മാനേജർ. ഓക്കെ, നമ്മുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പില് ഇല്ലാത്തത് മാനേജർ ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഓഡ് വൺ ഔട്ട്. ദെൻ അടുത്ത് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മെഷറിംഗ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു പെർഫോം എ ഗിവൺ ടാസ്ക്. ഒരു വ്യക്തിയുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയുന്നു, അളക്കുകയാണ്. അയാൾക്ക് ഒരു ടാസ്ക് കൊടുത്താൽ എങ്ങനെ അയാൾ കൃത്യമായിട്ട് പെർഫോം ചെയ്യും, അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് അറിയുന്ന ടെസ്റ്റ് ആണ്. ഏതൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ? പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ദെൻ ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അപ്പൊ ഒരു വ്യക്തി ഒരു കൃത്യമായ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ എബിലിറ്റി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് കൃത്യമായിട്ട് എന്താണ് ആൻസർ? ട്രേഡ് ടെസ്റ്റ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻസർ ട്രേഡ് ടെസ്റ്റ്. 5 ക്വസ്റ്റ്യനും ശരിയായെന്ന് വിചാരിക്കുന്നു. 5 മാർക്ക് നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആറാമത്തേത് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ സബോർഡിനേറ്റ്സിനെ കൊണ്ട് പ്രവർത്തിക്കുക, അവരുടെ ജോലി പ്രാവർത്തികമാക്കുക, അവരെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, അവരുടെ മേൽനോട്ടം വഹിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ വന്നിരിക്കുന്നത് മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ, നൺ. ഇതൊന്നുമല്ല. ഓക്കെ, ആൻസർ എന്താണ്? മോട്ടിവേഷൻ ആണോ? മോട്ടിവേഷൻ നമ്മൾ അവരെ പ്രചോദനം നൽകുക. സൂപ്പർവിഷൻ മീൻസ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കുക, അവരുടെ മേൽനോട്ടം വഹിക്കുക, കൺട്രോൾ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം. കറക്റ്റ് ആൻസർ ഇതിൽ പറയുന്നത് പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ. കറക്റ്റ് ആൻസർ സൂപ്പർവിഷൻ. ഓക്കെ. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. മുകളിലോട്ടും താഴോട്ടും പോകുന്ന കമ്മ്യൂണിക്കേഷൻ ഏതാണ്? വെർട്ടിക്കൽ ആണോ, ഹൊറിസോണ്ടൽ ആണോ, ഡയഗണൽ ആണോ, നൺ ആണോ? അപ്പൊ അപ്വേർഡും ഡൗൺവേർഡും പോകുന്നത് ഏതാണ്? മുകളിലോട്ടും താഴോട്ടും പോകുന്നത് വെർട്ടിക്കൽ. ഓക്കെ, കറക്റ്റ് ആൻസർ നമുക്ക് വരുന്നത് വെർട്ടിക്കൽ എന്നാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺവീനിയൻസ് ഓഫ് ഗുഡ്സ്.
നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കയ്യിലെത്താൻ സാധിക്കുന്ന ഗുഡ്സ്, ഓക്കെ, ചരക്കുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ, ഇവയിൽ കൺവീനിയൻസ് ഗുഡ്സിൽ ഉദാഹരണം വരുന്നത് ഏതാണ്? ന്യൂസ് പേപ്പർ. കറക്റ്റ് ആൻസർ. ജുവലറി, ടെലിവിഷൻ, ഓൾ ഓഫ് ദീസ് എന്ന് കിടപ്പുണ്ട്. നമുക്ക് കറക്റ്റ് ആൻസർ ഇതിൽ വരുന്നത് കൺവീനിയന്റ് ഗുഡ്സിൽ വരുന്നത് നമുക്ക് ടൈപ്സ് ഓഫ് ഗുഡ്സ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഗുഡ്സ് അതിലുള്ളതാണ് കൺവീനിയന്റ് ഗുഡ്സ്. അതിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കൈവശം കിട്ടുന്ന ഇതെന്താണ്? ന്യൂസ് പേപ്പർ. ആൻസർ നിങ്ങൾ എഴുതുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ന്യൂസ് പേപ്പർ. then 8 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 8 ക്വസ്റ്റ്യൻ്റെതും നമ്മൾ പറഞ്ഞു 1 to 9 വരെ ഓരോ മാർക്കാണ്. അതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ നമ്മൾ കുറെ റൈറ്റ്സ് പഠിച്ചിട്ടുണ്ട്. കൺസ്യൂമേഴ്സിന്റെ കുറെ റൈറ്റ്സ്, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു ബി സീക്ക് റീഅഡ്രസൽ. ഇതെല്ലാം നമ്മൾ കുറെ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ട് നിങ്ങൾ എഴുതിയാൽ മതി. രണ്ട് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. റൈറ്റ് ടു സേഫ്റ്റി ഓർ റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്യാൻ, എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അപ്പൊ 9 മാർക്ക് നമുക്ക് കയ്യിലായി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് എത്ര മാർക്ക് വെച്ചാണ്? 10 to 17 carries 2 scores each. 2 മാർക്ക് വെച്ചാണ് ആൻസർ വരുന്നത്. അതിൽ ഒന്നാമത്തേത് ഫാക്ടിക് സ്റ്റഡി. ഫാക്ടിക് സ്റ്റഡി നമ്മൾ ടൈപ്സ് ഓഫ് സ്റ്റഡി കുറെ പഠിച്ചിട്ടുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ്, സയന്റിഫിക് ടെക്നിക്സ്. ഓക്കെ, FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സിൽ വരുന്ന കുറെ സ്റ്റഡി ഉണ്ട്. നമ്മൾ എന്താണ് ടൈം സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ഫാക്ടിക് സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഫാക്ടിക് സ്റ്റഡി? ഫാക്ടിക് സ്റ്റഡി പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവെലിന്റെ അളവ്, ഓരോ വിശ്രമ വേളകൾ അല്ലെങ്കിൽ വിശ്രമത്തിന് കൊടുക്കേണ്ട സമയം എത്രയാണ്. ഫാക്ടിക് സ്റ്റഡി ഇന്റൻസ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ, എത്ര സമയം, എത്ര തവണ കൊടുക്കണം, ആൻഡ് ഫ്രീക്വൻസി, ഓരോ തവണയും എത്ര സമയം വീതം. ഇപ്പം ചായ കുടിക്കാനായിട്ട് എത്ര സമയം കൊടുക്കണം, അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് എത്ര സമയം, ഇടയ്ക്കൊന്ന് ജോലി കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് ഇടയ്ക്കൊന്ന് വിശ്രമം കൊടുക്കാൻ എത്ര സമയം കൊടുക്കണം. അപ്പൊ എത്ര തവണ ഇന്റർവൽ കൊടുക്കണം, അത് ഓരോ തവണയും അതിന്റെ അളവ് എത്രയാണ്, എത്ര സമയം വെച്ച് നമ്മൾ ഇന്റർവൽ കൊടുക്കണം എന്ന് കാണിക്കുന്ന സ്റ്റഡിയാണ് ഫാക്ടിക് സ്റ്റഡി. വിശ്രമ സമയങ്ങളെ അനുവദിക്കുന്നതാണ്. ഫാക്ടിക് സ്റ്റഡി intends to find out the number and frequency of rest intervals that must be provided to a worker in completing a job efficiently. നല്ല രീതിയിൽ ഒരു എംപ്ലോയിക്ക് തന്റെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി ഇടയ്ക്ക് എന്തുമാത്രം സമയം, എത്ര തവണ അദ്ദേഹത്തിന് ഇന്റർവൽ കൊടുക്കണമെന്ന് അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതിനെക്കുറിച്ച് പഠിച്ച് കണ്ടെത്തുന്നതിനെ പറഞ്ഞ പേരാണ് ഫാക്ടിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അതിന്റെ ഏതാണ്ട് രണ്ട് ഡിഫറൻസ് എഴുതിയാൽ മതി. ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്കറിയാം ലോങ് ടേം ഫണ്ട്സിന് വേണ്ടി, ബിസിനസ് സ്ഥാപനത്തിന്റെ ലോങ് ടേം ഫണ്ട്സിന് വേണ്ടി നമുക്ക് പണം കണ്ടെത്തുന്ന മാർക്കറ്റ്, വിപണിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്. ഓക്കെ, അപ്പം മണി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ട്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മണി മാർക്കറ്റിന്റെ സെക്യൂരിറ്റീസ് ഏതൊക്കെയായിരുന്നു. പ്രധാനമായിട്ടും 5 തരം സെക്യൂരിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മണി മാർക്കറ്റിൽ. എന്തൊക്കെയാ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്? കൊമേഴ്ഷ്യൽ പേപ്പർ പഠിച്ചിട്ടുണ്ട്, കോൾ മണി പഠിച്ചിട്ടുണ്ട്, ദെൻ ട്രഷറി ബില്ല് പഠിച്ചിട്ടുണ്ട്, എക്സെട്ര എക്സെട്ര. നമ്മൾ അങ്ങനെ കുറെ എന്താണ് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബില്ല് എല്ലാം തന്നെ വരുന്നത് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്. ദാറ്റ് ഈസ് മെന്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട്. then capital market securities ഏതൊക്കെയാണ്? നമുക്കറിയാം capital market is the market for getting money long term and medium term funds. then important capital market securities നമുക്ക് നന്നായിട്ട് അറിയാം. ഏതൊക്കെയാണ്? ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സെട്ര. ഈ രണ്ട് ഡിഫറൻസ് എഴുതിയാൽ മതി. ഒന്നാമത്തെ ഡിഫറൻസ് മണി മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ട്. then മണി മാർക്കറ്റിന്റെ സെക്യൂരിറ്റീസ് നമുക്കറിയാം ട്രഷറി ബില്ല്, കോൾ മണി, then കൊമേഴ്ഷ്യൽ ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എക്സെട്ര. ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സെട്ര. ഓക്കെ, then നെക്സ്റ്റ് നമുക്ക് നോക്കാം 12th ക്വസ്റ്റ്യൻ വരുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ ആസ് പെർ ഹിഞ്ച് ഗിവൺ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റ്, ബിസിനസ് എൻവയോൺമെന്റ് എന്ന 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്.
അതിൽ നമുക്ക് 5 dimensions of environment ഉണ്ട്. economic environment, social environment, technological environment, legal environment and എന്താണ് ടെക്നോളജി നാലെണ്ണമായിട്ട് എന്തൊക്കെയാണ് എക്കണോമിക് എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, then ഓക്കെ നമുക്ക് ടേബിൾ പ്രകാരം നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 5 തരം ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ആൻസർ നോക്കാം. ഒന്നാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് നമുക്കറിയാം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണത്. അത് എക്കണോമിക് എൻവയോൺമെന്റ് നമുക്കറിയാം. then കസ്റ്റംസ്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിശ്വാസങ്ങള്, ഓക്കെ, ഇതെല്ലാം വരുന്നത് ഏത് എൻവയോൺമെന്റ് ആണ്? സോഷ്യൽ എൻവയോൺമെന്റ്. then innovation in the method of production, നമ്മുടെ ഉൽപാദന മേഖലയിൽ പുതിയ തരം ഇന്നോവേഷൻ കൊണ്ടുവരിക, അത് വരുന്ന എൻവയോൺമെന്റ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. then അടുത്ത നമുക്ക് അറിയാവുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസിംഗ് ഇന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഓർഗനൈസിംഗ് ഇന്റെ പ്രോസസ്സ്. ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ അറേഞ്ച് ചെയ്താൽ മതി. അതിന്റെ ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം. ഒന്നാമത്തേത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഫസ്റ്റ് വരേണ്ട സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. രണ്ടാമത്തേത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. മൂന്നാമത്തേത് അസൈനിങ് ഡ്യൂട്ടീസ്. നാലാമത്തേത് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നതെന്ന് അറേഞ്ച് ചെയ്യുക. അതിൽ ഒന്നാമത്തേത് വരേണ്ടത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, രണ്ടാമത്തേത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, മൂന്നാമത്തേത് അസൈനിങ് ഡ്യൂട്ടീസ്, നാലാമത്തേത് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതാണ് ഓർഗനൈസിംഗിന്റെ ശരിയായ പ്രോസസ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം റൈറ്റ് ടു ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഓക്കെ, നമുക്ക് പലതരം സെമാന്റിക് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആൻഡ് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അതിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും 2 ഓർഗനൈസേഷണൽ ബാരിയേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങളിൽ ഒന്നാമത്തേത് ഓർഗനൈസേഷണൽ പോളിസി. ഒന്നാം തടസ്സം എന്താണ്? if the organizational policy is not supportive to free flow of communication, it may hamper effectiveness of communication. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തില് കമ്മ്യൂണിക്കേഷൻ ഫ്രീ ഫ്ലോ ആയിട്ട് സമ്മതിക്കുന്നില്ല എങ്കിൽ, അത് സപ്പോർട്ടീവ് അല്ല എങ്കിൽ ആ പോളിസി, എങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന് ഈസി ആയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പം ബിസിനസ് സ്ഥാപനത്തിന്റെ പോളിസി കമ്മ്യൂണിക്കേഷൻ ഹാമ്പർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തേത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ വരുന്നത് രണ്ടാമത്തേത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. റിജിഡ് റൂൾസും ഹ്യൂജ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ, ബിസിനസ് സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷണൽ റൂൾസും പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ റിജിഡ് ആണെങ്കിൽ, ഹ്യൂജ് ആണെങ്കിൽ, ഇറ്റ് മേ ബി ഹേർഡിൽ ടു കമ്മ്യൂണിക്കേഷൻ. ഇതും ബിസിനസ് സ്ഥാപനത്തിന്റെ ആശയവിനിമയത്തെ മോശമായി ബാധിക്കാറുണ്ട്. ഓക്കെ, ഇത് രണ്ടും എഴുതിയാൽ മതി. നമുക്കല്ലാതെ ബിസിനസ് സ്ഥാപനത്തിന്റെ സ്റ്റാറ്റസ്, ഓക്കെ, അത് നോക്കാം. നമുക്ക് ആൻസറിന് എഴുതാം. then കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷൻസിന്റെ ഘടന, അതിന്റെ കോംപ്ലക്സിറ്റി, അതിന്റെ രീതിയിൽ, അതിന്റെ സങ്കീർണത അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് നമുക്ക് 2 മതി. ഇതിന് നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസോ, ഓർഗനൈസേഷണൽ പോളിസി അല്ലെങ്കിൽ സ്റ്റാറ്റസോ, then കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കി നിങ്ങൾക്ക് കൃത്യമായി ആൻസർ എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ പെർഫോമൽ അപ്രൈസൽ? എന്താണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ഇവാലുവേറ്റിംഗ്, ഓക്കെ, എംപ്ലോയീസിന്റെ കറന്റ് ആൻഡ് പാസ്റ്റ് പെർഫോമൻസ് ആസ് അഗെയിൻസ്റ്റ് certain predetermined standards. An employee's wages, promotion and training depend on performance appraisal. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് അപ്രൈസൽ അയാൾ ഉരച്ചു നോക്കുക എന്നാ പറയണത്. അദ്ദേഹത്തിന്റെ കറണ്ട് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ജോലിയുള്ള താല്പര്യം, ബിസിനസ് സ്ഥാപനത്തിനുള്ള കൂറ്, ആത്മവീര്യം, ഇതെല്ലാം തന്നെ നമ്മൾ ഉരച്ചു നോക്കുക, പരിശോധിക്കുക. അത് നമ്മൾ സർട്ടൻ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, നിലവാരം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ജോലി എല്ലാം നമ്മൾ പരിശോധിക്കുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. ഈ പെർഫോമൻസ് അപ്രൈസൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന മാർക്ക് അനുസരിച്ചിരിക്കും, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഗ്രേഡ് അനുസരിച്ചിരിക്കും പ്രൊമോഷന് വേണ്ടി പ്രൊമോഷൻ കൊടുക്കണോ, ദെൻ വീണ്ടും ട്രെയിനിങ് കൊടുക്കണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ,
write a short note on management by exception. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്താണെന്ന് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് വൺ നമുക്ക് കൺട്രോളിംഗ് എന്നതിൽ കൺട്രോളിംഗ് മോഡേൺ ടെക്നിക്സ് നമ്മൾ പഠിച്ചതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. It is one of the important principle of control. This principle implies that only major exceptions, major deviations. നമുക്കറിയാം നമുക്ക് കൺട്രോളിംഗിൽ പ്രധാനമായിട്ടും സ്റ്റെപ്സ് നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, ദെൻ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു, ദെൻ കമ്പാരിസൺ നടത്തുമ്പോൾ ഡീവിയേഷൻ അളക്കുന്നു, ഡീവിയേഷൻ അളന്നതിന് ശേഷം ആ ഡീവിയേഷന്റെ റീസൺ കണ്ടെത്തുന്നു, ദെൻ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നു. അപ്പൊ അങ്ങനെ ഡീവിയേഷൻ എടുക്കുമ്പോൾ ചെറിയ ഡീവിയേഷൻ ആണെങ്കിൽ അധികം എന്താണ് നോർമൽ ഡീവിയേഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്കത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അടുത്ത് നോട്ടിഫൈ ചെയ്യേണ്ട കാര്യം ഇല്ല, അങ്ങോട്ട് അറിയിക്കേണ്ട കാര്യമില്ല. കാരണം ടോപ്പ് ലെവൽ മാനേജേഴ്സിനും മാനേജ്മെന്റിന് കൂടുതൽ ജോലികളുണ്ട്, പ്രധാനപ്പെട്ട ബിസിനസ് സ്ഥാപനത്തിന് സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ചെറിയ ഡീവിയേഷനും കൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. സോ എക്സെപ്ഷണൽ കേസസ് വരുമ്പോൾ, അൺയൂഷ്വൽ ഡീവിയേഷൻസ് വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, അത് നമ്മൾ reported to the top level management. That is known as management by exception. ഇപ്പൊ നമുക്ക് കൺട്രോളിംഗ് സ്റ്റെപ്സിൽ ഡീവിയേഷൻ നടക്കും, നമ്മൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ഡീവിയേഷൻ വലുതാണെങ്കിൽ, ഓക്കെ, എക്സെപ്ഷണൽ കേസ് ആണെങ്കിൽ, അൺയൂഷ്വൽ ആണെങ്കിൽ നമ്മൾ എവിടെ റിപ്പോർട്ട് ചെയ്യണം, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അഥവാ എക്സെപ്ഷൻ അല്ല യൂഷ്വൽ ആണെങ്കിൽ, ചെറിയ ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് തന്നെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് വിച്ച് ക്യാപിറ്റൽ ഈസ് മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം സെക്യൂരിറ്റീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. നമുക്കറിയാം ലോങ് ടേം സെക്യൂരിറ്റീസ് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടേം സെക്യൂരിറ്റി നമ്മൾ നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് ലോങ് ടേം സെക്യൂരിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ട് ടേം ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ, ലോങ് ടേം എന്ന് കാണുമ്പോൾ നമുക്കറിയാം അത് ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. ദെൻ ഷോർട്ട് ടേം എന്ന് കാണുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്തായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണത്. Then next one 18 to 23 3 scores ആണ് അതിൽ വരുന്നത്. Write any 3 differences between marketing and selling. Okay, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ. അതിൽ നമുക്കറിയാം നമുക്ക് മാർക്കറ്റിംഗ് എന്താണ്, സെല്ലിംഗ് എന്താണ്, നമുക്ക് കോളം തിരിച്ച് എഴുതി കൊടുക്കാവുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് 3 ഡിഫറൻസ് ചോദിക്കുന്നുള്ളൂ. ഏതെങ്കിലും 3 ഡിഫറൻസ്, നമ്മൾ കുറെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 3 ഡിഫറൻസ് നമുക്ക് എഴുതാം. നമുക്ക് ആദ്യം മാർക്കറ്റിംഗ് നോക്കാം. മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് മച്ച് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ സെയിൽ. വിപണനം എന്ന് പറയുന്നത് സെല്ലിംഗ് പോലെ അല്ല, കുറച്ചുകൂടെ വിശാലമായ ഒരു ടേം ആണ് മാർക്കറ്റിംഗ്. അത് ഉൽപാദനത്തിന് എത്രയോ മുൻപേ ആരംഭിക്കുകയും വിൽപ്പനയ്ക്ക് ശേഷം തുടർന്നുകൊണ്ടേ പോകുന്ന ഒരു പ്രവർത്തനമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ സെല്ലിംഗ് എന്താണ്, ഉൽപാദനത്തിന് ശേഷം ആരംഭിക്കുകയും വിൽപ്പനയ്ക്ക് ശേഷം അവസാനിക്കുകയും ചെയ്യുന്നു, വിൽപ്പനയോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സെല്ലിംഗ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ്സ് വിത്ത് ദ സെയിൽ ഓഫ് പ്രോഡക്റ്റ്. അപ്പോ മാർക്കറ്റിംഗ് അങ്ങനെയല്ല, മാർക്കറ്റിംഗ് റിസർച്ച് വഴി കൺസ്യൂമേഴ്സിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതനുസരിച്ച് പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ദെൻ ഉൽപാദനം ആരംഭിക്കുകയും ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദെൻ വിപണിയിൽ എത്തിക്കുകയും വിൽപ്പന നടത്തിയതിനു ശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് ഒക്കെ നടത്തുകയും, ഇതെല്ലാം വരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സെല്ലിംഗ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വിൽപ്പന നടത്തുക. എന്താണ്, ഉൽപാദനം കഴിഞ്ഞതിന് ശേഷം കൺസ്യൂമേഴ്സിന് സാധനം വിൽക്കുക എന്ന് മാത്രമേ സെല്ലിംഗിൽ വരുന്നുള്ളൂ. Then മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം എന്താണ് ലാഭം ഉണ്ടാക്കുക, എന്നാണ് മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം. പക്ഷെ സെല്ലിംഗ് എന്നതല്ല, സെല്ലിംഗിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് പ്രോഫിറ്റ് ത്രൂ സെയിൽസ് വോളിയം, മാക്സിമം വിൽപ്പന നടത്തുക, സെയിൽസ് വോളിയം വർദ്ധിപ്പിച്ചതിനു ശേഷം അതുവഴി ലാഭം നേടുക എന്നതാണ് സെല്ലിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Then in marketing process consumer is the king. നമുക്കറിയാം മാർക്കറ്റിംഗിൽ ആരാണ് രാജാവ്, കൺസ്യൂമർ ആണ്. കാരണം മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൺസ്യൂമറിലൂടെയാണ്. സോ നമുക്ക് പറയാൻ പറ്റും in marketing process consumer is the king, but in the case of selling process producer is the king. അവിടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ പ്രൊഡ്യൂസറിനാണ്, സെല്ലിംഗ് പ്രൊസീജിയർ നമുക്ക് ഉൽപാദനം നടന്നിരിക്കണം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് പ്രൊഡ്യൂസർ ഈസ് ദ കിങ് ഓഫ് സെല്ലിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ദെൻ അത് നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡർ ടേം ആണ്, കുറെ ഫങ്ഷൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ സെല്ലിംഗ് എന്നുള്ളത് ഒരു ലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും 3 ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതിയാൽ മതി, ശരിയായ രീതി നമുക്ക് ആൻസർ കിട്ടും. ദെൻ അടുത്ത് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ 3 ടയർ, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ 3 ടയർ റീഡ്രസൽ ഫോറം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഒരു കൺസ്യൂമറിന് പോകാവുന്ന ത്രിതല പരിഹാര കമ്മീഷൻ ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് 3 ഏതൊക്കെയാണ്. ഒന്നാമത്തേത് ഡിസ്ട്രിക്ട് ഫോറം, രണ്ടാമത്തേത് സ്റ്റേറ്റ് കമ്മീഷൻ, മൂന്നാമത്തേത് നാഷണൽ കമ്മീഷൻ. ഡിസ്ട്രിക്ട് ഫോറം നമുക്കറിയാം 20 ലക്ഷത്തിൽ താഴെയാണ് നമ്മുടെ പരിഹാരം നമുക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ, നമുക്ക് പരാതി ഉള്ളത് 20 ലക്ഷത്തിൽ താഴെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ആണെങ്കിൽ നമുക്ക് എവിടെ പോകാം, ഡിസ്ട്രിക്ട് ഫോറത്തിലോട്ട് പോകാം, പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ സ്റ്റേറ്റ് കമ്മീഷൻ അങ്ങനെയല്ല, 20 ലക്ഷത്തിൽ മുകളിലാവുകയും പക്ഷേ ഏതിൽ താഴെയാണ്, 1 കോടി. അപ്പം 20 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണ് നമ്മുടെ കോമ്പൻസേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് പരിഹാരം കണ്ടെത്തേണ്ടതാണെങ്കിൽ നമുക്ക് പോകേണ്ടത് സ്റ്റേറ്റ് കമ്മീഷനിലാണ്. ദെൻ നാഷണൽ കമ്മീഷൻ പറഞ്ഞത് എബവ് 1 crore. ഓക്കെ, അപ്പം എബവ് 1 crore ആണെങ്കിൽ നമുക്ക് നമ്മുടെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നത് എബവ് 1 crore ആണെങ്കിൽ നമ്മൾ എവിടെ പോകണം, നാഷണൽ കമ്മീഷനിൽ പോകണം. അപ്പൊ ഡിസ്ട്രിക്ട് ഫോറത്തിൽ നമുക്ക് പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ നമുക്ക് എവിടെ പോകാൻ പറ്റും, അപ്പീലിന് വേണ്ടി സ്റ്റേറ്റ് കമ്മീഷൻ പോകാം. സ്റ്റേറ്റ് കമ്മീഷൻ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നാഷണൽ കമ്മീഷനിലോട്ട് അപ്പീലിന് ചെയ്യാൻ പറ്റും. ദെൻ നാഷണൽ കമ്മീഷൻ സാധിച്ചില്ലെങ്കിൽ മാത്രം അപ്പീലിംഗ് നമുക്ക് അപ്പീൽ വഴി എവിടെ പോകാം, അപ്പീൽ ചെയ്യാൻ സുപ്രീം കോടതി നമുക്ക് പോകാനായി സാധിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് എനി 3 ഏതെങ്കിലും ഒരു 3 ഫീച്ചേഴ്സ് എഴുതാം. നമ്മുടെ നേതൃത്വം, ലീഡർഷിപ്പിന്റെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതുക. 3 മാർക്കിനാണുള്ളത്. ലീഡർഷിപ്പ്, അതിൽ ഒന്നാമത്തത് ലീഡർഷിപ്പ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ, പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നതാണ് ലീഡർഷിപ്പ്. ഓക്കെ, ഒരാളുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നു, ഒരാളുടെ പെരുമാറ്റത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. Then second feature എന്ന് പറയുന്നത് leadership indicates the ability of an individual to influence others. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന കഴിവിനെ പറഞ്ഞ പേരാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. Then leadership indicates interpersonal relationship between leaders and followers. പരസ്പര ബന്ധമാണ്. ആരൊക്കെയാണ്, ഒരു നേതാവും അദ്ദേഹത്തിന്റെ അനുയായികളും തമ്മിലുള്ള ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഈസ് എക്സസൈസ്ഡ് ടു അച്ചീവ് കോമൺ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ലീഡർഷിപ്പ് എന്നത് കണ്ടിന്യൂസ് പ്രോസസ് കൂടിയാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്, തുടർച്ച പ്രക്രിയയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന 3 എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, then next question നമുക്ക് പോവാം. Describe the importance of planning. പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? നമുക്കറിയാം പ്ലാനിങ് നമ്മൾ എന്താണ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ആര് ആ ജോലി ചെയ്ത് തീർക്കും, അത് എവിടെയാണ് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മുൻകൂറായി പ്ലാൻ ചെയ്യുന്നതാണ്, അഡ്വാൻസ് ആയി ഡിസൈഡ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്, ഇതിൽ നമുക്ക് 3 എക്സ്പ്ലനേഷനോടെ 3 എഴുതിയാൽ മതിയാവും. അതിൽ ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. നമുക്ക് ശരിയായ ഡയറക്ഷൻ, ശരിയായ മാർഗനിർദ്ദേശം പറയുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടേക്കാണ്, ഓക്കെ, അത് കൃത്യമായി നമുക്ക് പ്ലാനിങ്ങിൽ പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തേത്, പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിൽ നമുക്ക് പ്ലാനിങ് തയ്യാറാക്കുന്നത് അടുത്ത ഫ്യൂച്ചറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ നമുക്ക് എപ്പോഴും അൺസർട്ടൻ ആണ്, അസ്ഥിരതയാണുള്ളത്. എന്ത് സംഭവിക്കും നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ മുൻകാല എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ റിസ്കിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ്. പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. Then മൂന്നാമത്തേത്, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റെഡ്യൂസസ് ദ ഓവർലാപ്പിംഗ്. ഓക്കെ, ഇരട്ടിപ്പ് ഒഴിവാക്കാൻ സാധിക്കും. വേസ്റ്റ്ഫുൾ, അനാവശ്യമായ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ശരിയായ പ്ലാനിങ് ഉണ്ടെങ്കിൽ. Then നമുക്ക് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ് നമുക്ക് പറയാൻ സാധിക്കും. പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് കുറെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ്. ദെൻ പ്ലാനിങ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എഴുതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 4-5 പോയിന്റ് എഴുതിയാലും നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുന്നതായിരിക്കും.
Next question പറയുന്നത് coordination is the essence of management. Do you agree with this? നമ്മുടെ coordination നമ്മൾ പഠിക്കുന്ന first sentence തന്നെ ഇതാണ്. Coordination is the essence of management. ഇത് planning പോലെയോ organizing പോലെയോ then directing പോലെ ഒരു function അല്ല. ഇത് coordination ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏറ്റവും essence ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് essence of management എന്ന് പറയുന്നത് coordination ആണ്. അപ്പം do you agree with this? yes എന്ന് എഴുതുമ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും yes എന്ന് എഴുതുന്നു വിചാരിക്കുന്നു. ആൻസർ കറക്റ്റ് yes ആണ്. റൈറ്റ്, ഇനി 2 features of coordination. നമ്മൾ കോർഡിനേഷന്റെ ഫീച്ചേഴ്സ് കുറെ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഫീച്ചേഴ്സ്? കോർഡിനേഷന്റെ ഫീച്ചേഴ്സ്, കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്, ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നു, ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നു. എന്താണ്? ഗ്രൂപ്പ് എഫേർട്സ്, ഓരോ ഗ്രൂപ്പ്, അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഓരോ എംപ്ലോയീസ് ആയിക്കോട്ടെ, ഓരോ ലെവൽസ് ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഏത് സഹായിക്കുന്നുണ്ട്? കോർഡിനേഷൻ സഹായിക്കുന്നുണ്ട്. Then coordination ensures unity of action. കൂട്ടായ പ്രവർത്തനം, യൂണിറ്റി ഓഫ് ആക്ഷൻ ആണോ അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. കോർഡിനേഷൻ is a continuous process. നമുക്കറിയാം കോർഡിനേഷൻ, ഏകോപനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കോർഡിനേഷൻ എന്നുള്ളത് പെർവേഴ്സീവ് ഫംഗ്ഷൻ, അത് ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലായിടത്തും ഉള്ളതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്. അതിന്റെ ഫംഗ്ഷൻസ് ആണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ നമുക്ക് അറിയാം എന്താണ്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ച എങ്ങനെയാണ്? ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ അത് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. Then middle level management responsible for implementation of plans and strategies. Responsible for implementation, അത് ഓർമ്മിക്കുക. പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ് അല്ല, പ്രിപ്പറേഷൻ നടത്തുന്നത് ടോപ്പ് ലെവൽ ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തയ്യാറാക്കിയ പ്ലാൻസും സ്ട്രാറ്റജീസും നടപ്പിലാക്കുകയാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. So middle level management correct answer, responsible for implementation of plans and strategies. Then lower level management നമുക്കറിയാം വർക്കേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് ബന്ധം സ്ഥാപിക്കുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. സോ ദേ ആർ ഇന്ററാക്ടിങ് വിത്ത് ആക്ച്വൽ വർക്ക് ഫോഴ്സ്. ഓക്കെ, ഒന്നാമത്തേത് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ഓർഗനൈസേഷൻ. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണെങ്കിൽ റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. ദെൻ മൂന്നാമത്തേത് ലോവർ ലെവൽ മാനേജ്മെന്റ് ഇന്ററാക്ട് വിത്ത് ആക്ച്വൽ വർക്ക് ഫോഴ്സ്. Then അടുത്ത നമുക്ക് question 24 to 31 carries 4 scores ആണ്. അപ്പം 24 മുതൽ 31 വരെയുള്ളതിന് 4 മാർക്ക് വെച്ചാണ്. മാനേജ്മെന്റ് is the process of dealing with the things or people while highlighting its importance. നമുക്ക് ചോദിക്കുന്നത് മാനേജ്മെന്റ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ അത് ഈ സെന്റൻസ് ശരിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. തീർച്ചയായും ശരിയാണ്. മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീലിംഗ് വിത്ത് തിങ്സ് ഓർ പീപ്പിൾ. നമുക്ക് പ്രധാനമായിട്ടും മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത് മെൻ, മെറ്റീരിയൽ, മെഷീൻസ്, മണിയൊക്കെയാണ്. ഓക്കെ, അപ്പൊ ആ എംസ് ആണ് മെൻ, മെറ്റീരിയൽ, മെഷീൻസ്, മണി. അതായത് മെൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യുന്നത് പീപ്പിൾ ആണെങ്കിൽ പോലും, ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും മെറ്റീരിയൽസ്, മെഷീൻസിനെല്ലാം മാനേജ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാൻ പാടില്ല ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. ഒന്നാമത്തേത് മാനേജ്മെന്റ് സഹായിക്കുന്നു നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യം നേടാൻ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിന്റെ പൊതുവായ ലക്ഷ്യം നേടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് എൻവയോൺമെന്റ്. ഡൈനാമിക്, മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ചുറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ദെൻ എക്കണോമിക് ആണെങ്കിലും ദെൻ സോഷ്യൽ ആണെങ്കിലും ലീഗൽ എൻവയോൺമെന്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആര് ശരിയായ രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്? നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് നമ്മെ സഹായിക്കുന്നുണ്ട്. സോ മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് എൻവയോൺമെന്റ്. Then next one നമുക്ക് നോക്കാം മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. മാനേജ്മെന്റ് നമ്മുടെ സൊസൈറ്റി എവിടെയാണോ ആ ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്നത് അതിന്റെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആശ്രയിക്കുന്ന കുറെ പേരുണ്ട്. ഓണേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ആ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനെ എല്ലാം തന്നെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓണർ ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു ഓൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അപ്പൊ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സഹായിച്ചു കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? മാനേജ്മെന്റ്.
Then management helps in achieving personal objectives. നമ്മുടെ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. An efficient management is one who brings maximum prosperity for businessmen as well as workers. Business ഓണർ ആയിക്കോട്ടെ then വർക്കേഴ്സ് ആയിക്കോട്ടെ അവർക്കെല്ലാം മാക്സിമം പ്രോസ്പെരിറ്റി സമൃദ്ധി കൊണ്ടുവരാൻ വേണ്ടി മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. Okay. The next question, write a short note on following types of plans. Okay, types of plans are പറയുന്നത് policy, procedures, programs, rules. Okay, അതിൽ ഒന്നാമത്തേത് policy are the general guidelines for conducting an action. Okay, general guidelines നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മെയിൻ പോയിന്റ്സ്. policy എന്ന് വെച്ചാൽ general guidelines. Then procedure is the series of steps taken together. നമുക്കറിയാം നടപടിക്രമങ്ങൾ. Okay, series of steps എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മിക്കുക, that is a procedure. Then അടുത്തത് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് നമ്മൾ എന്തൊക്കെ നടത്തണം, അപ്പൊ ആ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ലാസ്റ്റ് റൂൾ ആർ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ്, ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല പറയുന്നത്, സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് ഈസ് നോട്ട് ടു ബി ഡൺ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ അതിന് റൂൾ എന്ന് പറയുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം 26th question. Distinguish between formal organization and informal organization. Formal organization നമുക്കറിയാം deliberately planned and created by top level management. Top level management മനഃപൂർവ്വം ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യം നേടാൻ വേണ്ടി ടോപ്പ് ലെവൽ തയ്യാറാക്കിയ ഓർഗനൈസേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. അതാണെങ്കിൽ എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമുക്കറിയാം സോഷ്യൽ ഇന്ററാക്ഷൻ എമംഗ് എംപ്ലോയീസ്. ആ ബിസിനസ് സ്ഥാപനത്തിലെ എംപ്ലോയീസ് ജോലിക്കിടയിൽ അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയും അവർ തമ്മിലൊരു ഗ്രൂപ്പ് ഉണ്ടാവുകയും ഉണ്ട്. അതാണ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്, ഫ്രണ്ട്ഷിപ്പ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. Then formal organization is formed to achieve predetermined goals of the organization. ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. Then ഇവിടെ നമുക്ക് informal organization is to satisfy social and cultural needs of എംപ്ലോയീസിന്റെ സാമൂഹികപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷന് വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഓഫ് ജോബ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. But in the case of informal organization there is no clear cut structure. Okay, informal organization ശരിയായ ഒരു ഘടനയോ ഒന്നും തന്നെ ഇല്ല. Then formal organization നമുക്കറിയാം മാനേജേഴ്സ് ആണ് ഓൾവേസ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആ ബിസിനസ് സ്ഥാപനത്തിൽ മാനേജേഴ്സ് ആണ് ലീഡേഴ്സ്. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ എപ്പോഴും മാനേജേഴ്സ് ആവണമെന്നില്ല ലീഡേഴ്സ്. ഓക്കെ, അത് ഗ്രൂപ്പ് തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ലീഡേഴ്സ് ആണെന്നുള്ളത്. Then ശരിയായ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ട്. But in the case of there is no set of behavior pattern in informal organization. നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം കൃത്യമായിട്ടുണ്ട്. കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, നമുക്കുണ്ട്. സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോർ ബിഹേവിയർ ഒക്കെ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനിലുണ്ട്, പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഇല്ല. Then state the importance of business environment. നിങ്ങൾ എഴുതിയതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ തയ്യാറാക്കിയത്. നമുക്ക് ബിസിനസ് എൻവയോൺമെന്റ് പ്രാധാന്യം എന്താണ്? ഒന്നാമത്തേത് it helps them firm to identify opportunities and get the first mover advantage. എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉള്ളത്, ആ സാധ്യത നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുകയും അതിന്റെ നേട്ടം നമ്മൾ ആദ്യമേ നേടിയെടുക്കുകയും വേണം. ഓക്കെ, അത് ആദ്യമേ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. Then it helps a firm to identify threats and early warning signals. എന്തൊക്കെയാണ് ഭീഷണികൾ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകാവുന്ന ഭീഷണികൾ ഏതൊക്കെയാണ്, അവയ്ക്കെതിരെ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള നമ്മൾ ഏർലി വാർണിംഗ് സിഗ്നൽ നൽകുക. Then it helps in assisting in planning and policy formulation. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ശരിയൊരു പ്ലാൻ തയ്യാറാക്കാനും പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. Then it is always coping with changes. എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് മാറാൻ നമ്മുടെ എൻവയോൺമെന്റിന് സാധിക്കുന്നുണ്ട്. It helps improving performance. പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ബിസിനസ് സ്ഥാപനത്തിന്റെ ഓവറോൾ പെർഫോമൻസ്. Then tapping and assembling resources. ലഭ്യമാകുന്ന റിസോഴ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു, ഉപയോഗപ്പെടുത്തുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്.
The next one, 28th, staffing fills the job position in the organization. ബിസിനസ് സ്ഥാപനത്തിന്റെ ജോബ് പൊസിഷൻസ് ഫില്ല് ചെയ്യുന്നത് സ്റ്റാഫിംഗ് ആണെന്ന് ചോദിക്കുന്നത്. ഷുവർ ആണ്, ഉറപ്പായിട്ടും ശരിയാണ്. ബിസിനസ് സ്ഥാപനത്തിന്റെ വേക്കൻസീസ് എത്രയാണ്, അവിടെ എന്തുമാത്രം അപ്പോയിന്റ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ്. സോ ജോബ് പൊസിഷൻസ് ഫില്ല് ചെയ്യുന്നത് സ്റ്റാഫിംഗ് ആണ്. യെസ് എന്ന് തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. റൈറ്റ് എനി 3 ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ചോദിച്ചു, മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ സ്റ്റാഫിംഗ് ഹെൽപ്സ് ഇൻ ഒബ്റ്റൈനിങ് കോമ്പീറ്റന്റ് പേഴ്സണൽ. ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള ശരിയായ എംപ്ലോയീസിനെ കണ്ടെത്തുന്നുണ്ട്, മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉറപ്പാക്കുന്നുണ്ട്, ബിസിനസ് സ്ഥാപനത്തിന്റെ എംപ്ലോയീസിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു, ദെൻ എംപ്ലോയീസിന്റെ മൊറേൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ദെൻ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ സ്റ്റാഫിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. Then principles of directing, നമുക്ക് ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഒന്നാമത്തേത് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ഡയറക്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങളുടെ ഹാർമണി ഉണ്ടാക്കുക. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക. then managerial communication, then strategic use of informal organization. ഇതെല്ലാമാണ് principles of directing. നെക്സ്റ്റ് വൺ 30ാമത്തേത് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തുമാത്രം പണം വേണം, അത് ഓരോ സോഴ്സിൽ നിന്നും അതിന്റെ നമ്പർ എത്രയാണ്, എമൗണ്ട് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണെന്നൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പൊ ഇക്വിറ്റി ഷെയർ എത്ര വേണം, പ്രിഫറൻസ് ഷെയറിന് എത്ര നമ്മൾ വാങ്ങണം, ഇഷ്യൂ ചെയ്ത് നമ്മൾ പണം കണ്ടെത്തണം, ഡിബഞ്ചർ എത്ര ഇഷ്യൂ ചെയ്ത് പണം കണ്ടെത്തണം എന്നത് പ്ലാൻ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ അവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ബോറോഡ് ഫണ്ടും ഉണ്ട്, ഓണേഴ്സ് ഫണ്ടും ഉണ്ട്. സോ നമുക്കത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. എസ് എന്ന് കൊടുക്കുക. റൈറ്റ് ഇൻ 3 ഫാക്ടേഴ്സ്. അപ്പൊ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് അതിനെ ബാധിക്കുന്നത്? അതിൽ നമ്മൾ കുറെ, എനിക്ക് തോന്നുന്നു 14 or 15 ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 3 ഫാക്ടർ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അത് എഴുതി കൊടുത്താൽ മതി. ഒന്നാമത്തെ നമുക്ക് നോക്കാം, ക്യാഷ് ഫ്ലോ ഓഫ് പൊസിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കൺട്രോൾ, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഫ്ലെക്സിബിലിറ്റി, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ, എക്സെട്ര എക്സെട്ര. അങ്ങനെ കുറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിലായാലും 3 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. Write the names of various money market instruments. Money market instruments ന്റെ നമുക്കറിയാം, money market instruments for market for short term fund. അവിടെ നമ്മൾ പ്രധാനമായിട്ടും 5 തരം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് നെയിംസേ പറയുന്നുള്ളൂ, ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ പോലും വേണ്ട. ആ 5 എണ്ണം പഠിച്ചവർക്ക് ഈസി ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. കോൾ മണി, ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ അല്ലെങ്കിൽ ട്രേഡ് ബിൽ ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, കോൾ മണി നമ്മളെല്ലാം പഠിച്ചു. ഇതിൽ ഈ 5 എണ്ണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത നമുക്ക് നോക്കാം, 32 മുതൽ 40 വരെയുള്ളത് 5 scores ഈച്ച് ആണ്. ഒന്നാമത്തത് എക്കണോമിക് എൻവയോൺമെന്റ്. എക്കണോമിക് എൻവയോൺമെന്റ് എന്താണ്? ലീഗൽ എൻവയോൺമെന്റ്. എക്കണോമിക് എൻവയോൺമെന്റ് നമുക്കറിയാം, സാമ്പത്തികപരമായ സാഹചര്യങ്ങളെ കുറിച്ച് പറയും. നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് ആയിക്കോട്ടെ, ദെൻ ടാക്സ് റേറ്റ് ആയിക്കോട്ടെ, മോണിറ്ററി പോളിസി ആയിക്കോട്ടെ, ഓക്കെ, ഇതെല്ലാം അടങ്ങുന്നതാണ് എക്കണോമിക് എൻവയോൺമെന്റ്. ദെൻ ലീഗൽ എൻവയോൺമെന്റിൽ വരുന്നത് എല്ലാത്തരം നിയമങ്ങളും, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോമ്പറ്റീഷൻ ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട്, ഫാക്ടറീസ് ആക്ട്. അപ്പൊ ലീഗൽ എൻവയോൺമെന്റ് വരുന്നത് ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിക്കുന്ന, ബിസിനസ് സ്ഥാപനത്തെ സ്വാധീനിക്കുന്ന എല്ലാവിധ നിയമവശങ്ങളുമാണ് ലീഗൽ എൻവയോൺമെന്റിൽ വരുന്നത്. നെക്സ്റ്റ് 33 പറഞ്ഞത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. എന്തൊക്കെയാണ് പ്ലാനിങ്ങിന്റെ പ്രത്യേകതകൾ? നമുക്കറിയാം, പ്ലാനിങ് ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. then planning is the primary function. കാരണം നമ്മൾ ആദ്യമേ തയ്യാറാക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിങ്. അതിനുശേഷം മാത്രമാണ് പ്ലാനിങ് അടിസ്ഥാനത്തിലാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസ് നിർവഹിക്കാനായിട്ട് സാധിക്കുക. then planning purpose നമുക്കറിയാം കണ്ടിന്യൂസ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക്, ഫോർവേഡ് ലുക്കിംഗ് ആണ്, മുൻപോട്ടുള്ള നോക്കാണ് പ്ലാനിങ്. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. then ഒരു തിങ്കിങ് പ്രോസസ് ആണ്, മെന്റൽ എക്സസൈസ് ആണ്. then planning involves decision making. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ഓക്കെ, then അടുത്ത ഈസി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ്? ഓക്കെ, നമ്മളത് കാണാപ്പാഠം പഠിച്ചതാണ്. ഒന്നാമത്തേത് കറക്റ്റ് ആയിട്ട് പ്രൊസീജിയർ ഞാൻ പറയാം. ഒന്നാമത്തേത് സെൻഡർ, രണ്ടാമത്തേത് മെസ്സേജ്, മൂന്നാമത്തേത് എൻകോഡിംഗ്, then മീഡിയ അല്ലെങ്കിൽ ചാനൽ. ഇവിടെ മീഡിയ എന്നാണ് തന്നിരിക്കുന്നത്. അഞ്ചാമത്തേത് ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഒന്നാമത്തേത് സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, മീഡിയ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്. ഓക്കെ, ഇതാണ് ശരിക്കുമുള്ള പ്രൊസീജിയർ എലമെന്റ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ഫോളോ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതാണ്. Then next one, substantiate the relationship between planning and controlling.
പ്ലാനിങ്ങും കൺട്രോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അത് നന്നായിട്ട് ഫസ്റ്റ് നമ്മൾ പ്ലാനിങ് എന്ന പാഠത്തിൽ പഠിക്കുന്നതാണ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും പ്ലാനിങ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്ക് കൺട്രോളിങ് നിർവഹിക്കാൻ സാധിക്കത്തുള്ളൂ. ദെൻ കൺട്രോളിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പുതിയ പ്ലാനിൽ അത് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവ തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് പ്ലാനിങ് ഇല്ല എങ്കിൽ ശരിയായ കൺട്രോളിങ് നടത്താൻ സാധിക്കത്തില്ല. കൺട്രോളിങ് ഇല്ലെങ്കിൽ നമുക്ക് ശരിയായ പ്ലാനിങ് നടത്താനായിട്ട് സാധിക്കത്തില്ല. വേറൊരു പ്ലാനിങ് ഫോർവേഡ് ലുക്കിംഗ് ആണ്, മുൻപോട്ടാണ് നോക്കുന്നത്. ദെൻ കൺട്രോളിങ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് 35th ക്വസ്റ്റ്യൻ പറയുന്നത് സബ്സ്റ്റാൻഷിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ട്രാൻസ്ഫേഴ്സ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ്, പ്രൊമോഷൻസ് ആ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ചോദിക്കുകയാണ്. ക്ലാസിഫൈ ദം ഇൻടു ഇന്റർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഓക്കെ, അപ്പൊ ഇത് തന്നിരിക്കുന്ന എല്ലാം തന്നെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സസ് ആണ്. അത് നമ്മൾ രണ്ടായി തരംതിരിക്കുക. ഇന്റർണൽ നമുക്കറിയാം, പ്രൊമോഷനും ട്രാൻസ്ഫറും വരുന്നത് ഇന്റർണൽ റിക്രൂട്ട്മെന്റ് ആണ്. ബാക്കിയെല്ലാം തന്നെ എന്താണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. നിങ്ങൾ ശരിയായിട്ട് രീതിയിൽ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും രണ്ട് നിങ്ങൾക്ക് എന്താണ് എക്സ്പ്ലനേഷൻ കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് ഈസി ആണെന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അടുത്തത് ഞാൻ സ്പീഡിൽ പോകുന്നത് നമുക്ക് അത്രയും വീഡിയോ ലെങ്ത് ആകാതിരിക്കാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അത് ഇപ്പം ആർക്കും പറയാൻ സാധിക്കും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. അതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻ നിങ്ങൾ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എനി ടു പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് നമുക്കറിയാം, ഹാർമണി ആണ്, ഡിസ്കോർഡ് അല്ല എന്നൊക്കെ നമ്മൾ ഒരു 4-5 പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടായിരുന്നു. ഓർമ്മയുണ്ടോ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന്? ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും സയൻസ് ആണ്, നോട്ട് റൂൾ ഓഫ് തമ്പ്, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത് ഹാർമണി ആണ്, നോട്ട് ഡിസ്കോർഡ്. കോപ്പറേഷൻ, നോട്ട് ഇൻഡിവിജ്വലിസം. ദെൻ സയന്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ്. മാക്സിമം, നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും 5 സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് വൺ പറഞ്ഞത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിന്റെ എലമെന്റ്സ്. നമുക്ക് 3 ഉള്ള എലമെന്റ്സ്: അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. Then write the important measures taken as part of liberalization. LPG നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ് ഇമ്പോർട്ടന്റ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലിബറലൈസേഷൻ്റെത്. അത് നമുക്ക് അബോളിഷിംഗ് ലൈസൻസിങ് റിക്വയർമെന്റ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് എ ഷോർട്ട് ലിസ്റ്റ്. ചില ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന്റെയും ലൈസൻസിങ് നിർബന്ധ ലൈസൻസിങ് ഒഴിവാക്കി. ദെൻ ഫ്രീഡം ഇൻ ഡിസൈഡിങ് സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ആൻഡ് മീൻസ് ഗിവിംഗ് മോർ ഫ്രീഡം ആൻഡ് അനാവശ്യമുള്ള എല്ലാ നൂലാമാലകളും ഒഴിവാക്കുന്നതാണ് ലിബറലൈസേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് പറയുന്നത് ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ടേക്കൺ ആസ്. അത് കഴിഞ്ഞ് നമ്മൾ 4 പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെന്റ് അറിയാം നിങ്ങൾക്ക്. അത് ഒന്നാമത്തെ എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തേത് യൂണിറ്റി ഓഫ് കമാൻഡ്. മൂന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ എക്സെട്ര എക്സെട്ര. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും 4 എഴുതാം. നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഓർഡർ, ഇക്വിറ്റി. ഓക്കെ, ഇതിലേതെങ്കിലും 4 പ്രിൻസിപ്പിൾ എഴുതുക. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. Then planning procedure. Describe the process of planning procedure. ഒന്നാമത്തേത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. Then planning premises തയ്യാറാക്കുക. Then various alternative causes of action എന്താണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. Then evaluating ശരിയായ കോസ് ഓഫ് ആക്ഷൻസ് ശരിയായതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് ചെയ്ത കോസ് ഓഫ് ആക്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ നമ്മൾ നടപ്പിലാക്കിയ കോസ് ഓഫ് ആക്ഷന്റെ ഫോളോ അപ്പ് നമുക്ക് ഗുഡ് ആണോ, ബിസിനസ് സ്ഥാപനം ചെയ്യുന്നതാണോ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതിലോട്ട് പോവാം. കംപ്ലീറ്റ് നമുക്ക് ലാസ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ 2 തരം ട്രെയിനിങ് പഠിച്ചിട്ടുണ്ട്. ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. ഓൺ ദ ജോബ് ട്രെയിനിങ് ഏതാണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഏതൊക്കെയാണ്. അതിൽ നമുക്കറിയാം അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട്, കോച്ചിങ് വരുന്നുണ്ട്, ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ജോബ് റൊട്ടേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം 4 ജോബ് ട്രെയിനിങ്ങിൽ വരുന്നതാണ്.
അടുത്തത് നമുക്ക് അടുത്ത എസ് എ ക്വസ്റ്റ്യൻ വരുന്നത് കംപ്ലീറ്റ് ദ നീഡ് ഹയറാർക്കി. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി ക്വസ്റ്റ്യൻ 5 ഉണ്ട്. അത് നമുക്ക് താഴെ തുടക്കണം. ഏറ്റവും വലിയ നീഡ് എന്നുള്ളത് ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ബേസിക് നീഡ് എന്നാണ് പറയുന്നത്. ദെൻ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്, ദെൻ അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്ങിനെസ് നീഡ്, ദെൻ എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ലാസ്റ്റ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൽ പ്രധാനപ്പെട്ട 4 P വരുന്നുണ്ട്. ഒന്നാമത്തത് 4P നമുക്കറിയാം. 4Ps ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രോഡക്റ്റ്, രണ്ടാമത്തത് പ്രൈസ്, മൂന്നാമത്തത് പ്ലേസ്, നാലാമത്തത് പ്രൊമോഷൻ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമുക്ക് 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാവുന്നതാണ്. പ്രോഡക്റ്റ് ആണെങ്കിൽ ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് എഴുതാം. പ്രൈസ് ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിനെ കുറിച്ച് എഴുതാം. ദെൻ അടുത്ത് പ്രൊമോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ എന്ന് വെച്ചാൽ അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അടുത്തേതാ പറഞ്ഞത്? അടുത്ത് വന്നത് പ്ലേസ്മെന്റ്സ്. നമുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ചാനൽ ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഞാനൊന്ന് സ്പീഡിലാണ് പോയത്, കാരണം വീഡിയോയുടെ ലെങ്ത് അധികം ആകാതിരിക്കാനാണ് സ്പീഡിൽ പോയത്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്നായിട്ട് എഴുതുക. അടുത്ത പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുക. നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി മാക്സിമം മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.